ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫിദമോൾക്ക് ക്ലാസ് ഉണ്ട്. ഷബാസിന് കുറച്ച് ദിവസമായിട്ട് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ലീവായിരുന്നു. ഫിദമോൾക്ക് ഇടവിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിദമോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫിദമോൾക്ക് രാവിലെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചീരപ്പേരി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചീര നമ്മളവിടെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ നട്ടിട്ട്, ആദ്യമായിട്ടാണ് ഒടിക്കുന്നത് കേട്ടോ ചീര. അപ്പോൾ ഇതാ ഉള്ളത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഒടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പൊന്നാങ്കണ്ണിയുണ്ട്. ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ഉമ്മ തന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ തൈ നട്ടിട്ട് കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നടണ്ടായിരുന്നു, എന്നാലും നമുക്കൊരു ഉപ്പേരിക്കൊക്കെ ഉള്ളത് കിട്ടുള്ളൂ. ഇതാണ് കേട്ടോ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിത് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ വാഴേൻ്റെ ചോട്ടിലൊക്കെ അധികം ഉണ്ടാവുമല്ലോ പൊന്നാങ്കണ്ണി, അതിൻ്റെ വേറെ സൈസ് അത് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. ഇനി വേഗം അത് കഴുകി ക്ലീനാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്യാം. ഫിദമോൾക്ക് ഉപ്പേരി എന്തെങ്കിലും മതി കേട്ടോ. അച്ചാറോ അങ്ങനെ ഉപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ആവശ്യമില്ല, ചമ്മന്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് സുർക്കയിലിട്ട ഒരു വെള്ളമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിദമോളെ ചോറ്റുപാത്രം എന്താ പറയുക, ഇന്നത്തേത് ഇതാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അതങ്ങ് അടച്ച് വെച്ച് ഫിദമോൾക്ക് കൊടുക്കുക. പിന്നെ അവൾ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു സമയത്ത് എന്തോ തിരക്കിലായിപ്പോയി. പിന്നെ ഇത് ഷബാസുമോന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവർക്ക് മീൻകറി ഉണ്ടെങ്കിൽ ചപ്പാത്തി വേണം. ചപ്പാത്തി ഞാനിന്ന് അധികം പരത്താനൊന്നും നിൽക്കില്ല, പ്രസ്സിൽ പരത്തിയിട്ട് ചുട്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തി നമ്മൾ ഇന്നലത്തെ ഗോവൻ ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ അടുക്കള രുചി ബൈ നിതിറ ഷാഫി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. ഈ ഒരു റെസിപ്പി ഇന്നലെ അപ്ലോഡ് ആക്കിയതാണ്. ഗോവൻ ഫിഷ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കറി മാത്രം മതി, മീനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് മീൻ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് ഷബാസ് ചപ്പാത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഷബാസിൻ്റെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഉമ്മ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉമ്മ ഹോസ്പിറ്റലിലാണ്, ICU തന്നെയുള്ളത്. അപ്പോൾ ഇനി നാളെ വാർഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വാർഡിലേക്ക് ഇതുവരെ മാറ്റിയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും വാർഡിലേക്ക് ഒരു ദിവസം വാർഡിൽ കിടന്നിട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ നാളെ എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യാനും ടൈം ഉണ്ടാവില്ല. വീഡിയോസ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഒരുപാട് വേസ്റ്റ് ആവും. എനിക്ക് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫിദമോൾ പോയതിൻ്റെ ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, ഷബാസ് കളിക്കാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിച്ച് വാരി തുടക്കട്ടെ എന്ന് വിചാരിച്ചു. ഷബാസ് വരുന്നതിന് മുമ്പ് തന്നെ അടിച്ചൊരു തുടച്ചാൽ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നനവിലൂടെ അവനങ്ങനെ ചവിട്ടി നടക്കും കേട്ടോ. അപ്പോൾ വേഗം ആ പരിപാടിയൊക്കെ നോക്കുകയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കുട്ടികളൊക്കെ പോയതിന് ശേഷം വീടൊക്കെ ക്ലീൻ ചെയ്യൽ എൻ്റെയും പരിപാടി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.